ഹലോ ഗൈസ്, ഇന്നൊരു കുഞ്ഞ് മിനി ജേണലാണ് ചെയ്യുന്നത്. അതും പിങ്ക് കളർ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് മിനി നോട്ട്ബുക്കിലാട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. മിനി നോട്ട്ബുക്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടോ. അപ്പം മിനി നോട്ട്ബുക്കിലെ പേജസൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഞാൻ മിനിയേച്ചേഴ്സ് ജേണൽസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ പിങ്ക് കളർ തീമിൽ വരുന്ന പേപ്പേഴ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പേപ്പറൊക്കെ സ്റ്റിക്കി നോട്ടിൻ്റെ പേപ്പർ വെച്ചാണ് ഞാൻ ഇച്ചിരി ജേണൽ ചെയ്തത്. അപ്പോൾ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിൻ്റെ കയ്യിൽ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലേ, വാങ്ങിയിട്ടില്ലേ, എല്ലാ പേപ്പേഴ്സ് വെച്ച് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഒന്നാമത്തെ കാരണം തന്നെ സ്റ്റിക്കേഴ്സ് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നല്ല എസ്തെറ്റിക്കും ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ ബുക്കിൽ ഒട്ടിച്ച് വെറുതെ കളയണമെന്നൊക്കെ ഉള്ളൊരു ഇതാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളത് അങ്ങനൊരു സ്വഭാവമുണ്ട്. എന്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കത്തില്ല. അതിങ്ങനെ എടുത്ത് പൂത്തി വെക്കും. അവസാനം അത് എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ മിസ്സായി പോകും. അവസാനം ഞാൻ കിടന്ന് കറങ്ങും. പിന്നെ ആ കുറേ നാളത്തേക്കിങ്ങനെ ആ ഒരു വിഷമം കാണുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിലും ഭേദം ഞാൻ നോക്കിയിട്ട് ആ സ്റ്റിക്കേഴ്സിനെയൊക്കെ പോലെ തന്നെ ഞാനും സ്റ്റിക്കേഴ്സ് നോക്കാം. അതുമല്ല, പിന്നെ പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞാനും എടുത്ത് എനിക്ക് ആ സ്റ്റിക്കേഴ്സ് കുറച്ച് എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സ്റ്റിക്കേഴ്സ് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാമല്ലോ. ഈ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ 10 പൈസ ചിലവില്ലാതെ നമുക്ക് എടുക്കാം. ഇച്ചിരി സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് 10 പൈസ ചിലവില്ലാതെ നമുക്ക് ഈ ജേണൽസ് അങ്ങനെ ചെയ്യാമല്ലോ. ഈ ജേണൽ സ്റ്റിക്കേഴ്സും പോലെ അതുപോലെ ജേണൽ സപ്ലൈസസൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. പിന്നെ ഇതിൽ ആക്ച്വലി കവായി സ്റ്റിക്കർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ മേളിൽ കിടന്ന കുട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജേണൽസൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നും. കാരണം വെച്ചാൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നമ്മൾ ചെയ്ത സ്റ്റിക്കേഴ്സാണല്ലോ. ആ സമയത്ത് അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നും ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആദ്യമൊക്കെ ഞാൻ കവായി സ്റ്റിക്കേഴ്സും ഈ ജേണൽ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് തന്നെയായിരുന്നു ജേണൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്കൊരു തൃപ്തി പോരാഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പേപ്പേഴ്സിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജേണൽ ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ.